ഹലോ ഗായ്സ്, അപ്പോൾ ഡേ 3 നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു തീറ്റ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ആക്രാന്തത്തോടെ കണ്ട ഇത് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതിനറിയാമോ? അവസാനം ഞാൻ ഇതാണ് വാങ്ങിച്ചത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, പുട്ടും കടലയുമായിരുന്നു. എല്ലാവരും കഴിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ എനിക്ക് ആദ്യം കഴിച്ചപ്പം പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. എൻ്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നില്ല. പിന്നെ ഞാൻ വേറെ വഴിയില്ല ഗുയിസ്, ഞാൻ അത് തിന്നു. ഇച്ചിരി എരിവുണ്ടായിരുന്നു, പക്ഷെ കൊള്ളാം. അപ്പം ഞങ്ങളുടെ കൂടുതലുള്ള എൻ്റെ ചേട്ടന്മാരൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഏറ്റവും നല്ല സാധനം ഇതായിരുന്നെന്ന്. അങ്ങനെ ഞാനത് തിന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അതിലങ്ങ് ഒതുക്കി. പിന്നെ അതിന് ശേഷം അതിനുമോടെ കയ്യിൽ നിന്ന് ബോംബെ പൂട വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും തെണ്ടുന്നുണ്ടായിരുന്നു കൊച്ചിനോട്. അപ്പം ഞാനും തെണ്ടി അങ്ങനെ കിട്ടി കേട്ടോ. ഞാൻ സ്ഥലത്തിലായിരിക്കും എനിക്ക്. പിന്നെ ഉണ്ണിക്കുട്ടനും വാങ്ങിച്ച് അവനും കൊടുത്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞ് എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് കൊച്ചിൻ്റെ കയ്യിൽ നിന്ന്. ഇനിയിപ്പോൾ കൊച്ചിൻ്റെ അമ്മ തന്നെ നാണ്ട വീണ്ടും വാങ്ങിച്ച് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ രാഹുലണ്ണൻ പുതിയൊരു ഐറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്രീം ബണ്ണിനകത്ത് ഇതേപോലെ നമ്മുടെ ബോംബെ പൂട വെച്ചിങ്ങനെ കഴിച്ചായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ച്. അതുപോലെ ഇങ്ങനെയുള്ള ഐറ്റംസ് കണ്ടുപിടിക്കാൻ രാഹുലണ്ണനെ കയ്യിലുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ വേറെ ആരും. പക്ഷേ സംഭവം കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞാനും വാങ്ങിച്ചു തന്നിട്ടുണ്ട്, എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഉച്ചയ്ക്ക് ഞങ്ങൾ സാമ്പാർ, രസം, തോരൻ, പപ്പടമൊക്കെ കൂട്ടി ചോറുണ്ട്. അതിനൊന്നും ആരി കൊടുത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആ കടയിൽ നിന്ന് വാങ്ങിച്ച പേരറിയാത്തൊരു സാധനം വാങ്ങിച്ചു. ഏകദേശം ഒരു മിൽക്കിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. സംഭവം അതും കൊള്ളത്തില്ല. പിന്നെ അതിനുശേഷം രാത്രി ഞങ്ങൾ ഇതേപോലെ കഞ്ഞി, പിന്നെ അമ്മ എൻ്റെ ചമ്മന്തിപ്പൊടി, അച്ചാർ, ഇഞ്ചിയൊക്കെ കുടിച്ച് കഴിച്ചു.